In the topic various statement in a C++ program. C++ പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഫസ്റ്റ് വൺ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് വൺ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് വൺ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. First one, declaration statement. Variables are identifiers of memory location and are used in the program to refer to data. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണുള്ളത്. ഇത് അതായത് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാമിലുള്ള ഡേറ്റനെ റെഫർ ചെയ്യുന്നത്. ദേ ഷുഡ് ബി ഡിക്ലെയർ പ്രയോർ ടു ദെയർ യൂസ് ഇൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന പ്രയോറിറ്റി അനുസരിച്ചാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് ദ ഡാറ്റ ടൈപ്പ് ആർ റിക്വയർ ഫോർ ദിസ്. അതിന് ഡാറ്റ ടൈപ്പ് ആവശ്യമാണ്. ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സാമ്പിൾ ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ. വേരിയബിൾസ് ഡിക്ലറേഷൻ്റെ എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റ് n, സം, ഫ്ലോട്ട്, റാഡ്, ഏരിയ, സൈൻഡ്, ഇൻറ്റ് a, b, c. ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്. സം എന്നത് വേരിയബിൾസ് ആണ്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്. റാഡ്, ഏരിയ വേരിയബിൾസ് ആണ്. സൈൻഡ് എന്ന് പറയുന്ന ടൈപ്പ് മോഡിഫയർ ആണ്. ഇൻറ്റ് ഡാറ്റ ടൈപ്പാണ്. a, b, c മൂന്ന് വേരിയബിൾസ് ആണ്. വാല്യൂസ് ക്യാൻ ബി പ്രൊവൈഡ് ടു ദ വേരിയബിൾ എലോങ് വിത്ത് ദ ഡിക്ലറേഷൻ ആസ് ഷോൺ ഇൻ ബിലോ. ഒരു വേരിയബിളിൻ്റെ ഒപ്പം വാല്യൂ ഉള്ളൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റ് n ഈക്വൽ ടു 10 എന്നതാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പാണ്. n എന്ന് പറഞ്ഞാൽ വേരിയബിളാണ്. 10 എന്ന് പറഞ്ഞത് എന്നിൻ്റെ വാല്യൂ ആണ്. ദിസ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് ദ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇൻറ്റ് n ഈക്വൽ ടു 10, അതായത് വാല്യൂ ഒരു വേരിയബിളിനൊപ്പം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഹിയർ ദ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ബിഗിൻ വിത്ത് ദ ആക്സസ് മോഡിഫയർ കോൺസ്റ്റ്, എ കീവേഡ് ദാറ്റ് റെസ്ട്രിക്റ്റ് എ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ. അതായത് നമ്മുടെ വേരിയബിളിൻ്റെ ഒപ്പം ഒരു ആക്സസ് മോഡിഫയർ ആയിട്ട് കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല എന്നാണ് അർത്ഥം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോൺസ്റ്റ് ഇൻറ്റ് n ഈക്വൽ ടു 10. കോൺസ്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പാണ്. n വേരിയബിളാണ്. 10 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഈ എന്നിൻ്റെ വാല്യൂ 10 എന്നുള്ളത് ചേഞ്ച് ചെയ്യില്ല എന്നാണ് ഈ കോൺസ്റ്റ് കൂടെ ഉണ്ടെങ്കിലുള്ള മീനിങ്. സെക്കൻഡ് വൺ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. C++ പ്രൊവൈഡ് എ ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. കോൾഡ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. C++ലുള്ള ഒരു ഓപ്പറേറ്ററാണിത്. ഈ ഓപ്പറേറ്ററിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്നാണ്. ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ ആൻഡ് ഹെൻസ് ഇറ്റ് റിക്വയർഡ് 2 ഓപ്പറൻസ്. ഇതൊരു ബൈനറി ഓപ്പറേറ്ററാണ്. ഇതിന് 2 ഓപ്പറൻസ് ആവശ്യമായിട്ട് ഉണ്ട്. The first operand is the predefined identifier cin. അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് വെച്ചൊരു പ്രീഡിഫൈൻഡ് ഐഡൻറ്റിഫയർ ആണ്. അത് cin ആണ്. ദാറ്റ് ഐഡൻറ്റിഫൈ ദ കീബോർഡ് ആസ് ദ ഇൻപുട്ട് ഒബ്ജക്റ്റ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് വെച്ചാൽ കീബോർഡാണ് ഇൻപുട്ട് എന്നാണ്. ദ സെക്കൻഡ് ഓപ്പറൻറ്റ് ഈസ് സ്ട്രിക്ട്ലി എ വേരിയബിൾ. സെക്കൻഡ് ഓപ്പറേറ്റർ എന്തായാലും ഒരു വേരിയബിൾ ആയിരിക്കും. We can use more than one variable in the same statement to receive more than one input. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഒന്നിലധികം വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം ഇൻപുട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദ ഫോളോവിങ് ആർ വാലിഡ് എക്സാമ്പിൾ. ഇതിൻ്റെ എക്സാമ്പിൾസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സീൻ, റാഡ്. സീൻ A, B, C. സീൻ, റാഡ് എന്നത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ, റാഡ് എന്ന് പറഞ്ഞിട്ട്. സീൻ A, B, C. ഇതിനകത്ത് 3 വേരിയബിളാണ് ഉള്ളത്. അപ്പോൾ 3 ഇൻപുട്ട് നമുക്ക് നൽകാൻ കഴിയുന്നതാണ്. തേർഡ് വൺ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടു പെർഫോം ഔട്ട്പുട്ട് ഓപ്പറേഷൻ C++ ഗീവ് ദ ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണിത്. കോൾ ഇൻസേർഷൻ ഓപ്പറേറ്റർ ഓർ പുട്ട് ഓപ്പറേറ്റർ. C++ൽ നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പുട്ട് ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് ഓൾസോ എ ബൈനറി ഓപ്പറേറ്റർ. ഇതൊരു ബൈനറി ഓപ്പറേറ്ററാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്പറൻറ്റും ഒരു ഓപ്പറേറ്ററും ആയിരിക്കും ഉണ്ടാകുന്നത്. ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ദ പ്രീ ഡിഫൈൻഡ് ഐഡൻറ്റിഫയർ സി ഔട്ട്. ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീ ഡിഫൈൻഡ് ഐഡൻറ്റിഫയർ സി ഔട്ട് ആയിരിക്കും. ദാറ്റ് ഐഡൻറ്റിഫൈസ് ദ മോണിറ്റർ ആസ് ദ ഔട്ട്പുട്ട് ഒബ്ജക്റ്റ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ മോണിറ്റർ ആയിരിക്കും ഔട്ട്പുട്ട് ഒബ്ജക്റ്റ് എന്നാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. The second operand may be a constant, variable or expression. സെക്കൻഡ് ഓപ്പറൻറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ കോൺസ്റ്റൻ്റ് ആവാം, അല്ലെങ്കിൽ വേരിയബിൾ ആവാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആവാം.
ദ ഫോളോവിങ് ആർ സം എക്സാമ്പിൾ ഫോർ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സി ഔട്ട് ഡബിൾ കോട്ട്സ് ഹലോ, ഡിസ്പ്ലേ കോൺസ്റ്റൻറ്റ്. ഹലോ എന്ന് പറഞ്ഞതൊരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്, അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണത്. സി ഔട്ട് ഏരിയ, ഡിസ്പ്ലേ ചെയ്ത കണ്ടൻറ്റ് ഇൻ ദ വേരിയബിൾ. ഏരിയ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ആണത്. സി ഔട്ട് 25, ഡിസ്പ്ലേ ചെയ്ത കോൺസ്റ്റൻറ്റ്. 25 എന്നതൊരു ന്യൂമറിക് കോൺസ്റ്റൻ്റ് ആണ്, അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണത്. സി ഔട്ട് എ പ്ലസ് ബി പ്ലസ് സി, ഡിസ്പ്ലേ ദ വാല്യൂ റിട്ടേൺ ബൈ ദ എക്സ്പ്രഷൻ. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാനാണത്. സി ഔട്ട് സം ഓഫ് എൻ നമ്പേഴ്സ് സം, ഡിസ്പ്ലേ ദ കണ്ടൻറ്റ് ഇൻ ദ വേരിയബിൾ. എൻ സം എന്ന് പറഞ്ഞ 2 വേരിയബിളിൻ്റെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണത്. ഫോർത്ത് വൺ, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എ സ്പെസിഫിക് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി ലൊക്കേഷൻ യൂസിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഒരു വേരിയബിളിലെ സ്പെസിഫിക് ഡാറ്റ മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് നോൺ ആസ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ എ ബൈനറി ഓപ്പറേറ്റർ. ഇതൊരു ബൈനറി ഓപ്പറേറ്ററാണ്. ആൻഡ് ദ ഓപ്പറൻറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഷുഡ് ബി എ വേരിയബിൾ. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻറ്റ് എന്ന് വെച്ചാൽ എന്തായാലും ഒരു വേരിയബിൾ ആയിരിക്കും. ദ ഓപ്പറൻറ്റ് ആഫ്റ്റർ ഈക്വൽ മേ ബി എ ന്യൂമറിക് കോൺസ്റ്റൻറ്റ്, വേരിയബിൾ ഓർ എക്സ്പ്രഷൻ ഓഫ് ദ ന്യൂമറിക് ടൈപ്പ്. ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിലുള്ളത്, അതായത് ആ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കഴിഞ്ഞുള്ള ആ ഓപ്പറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആവും, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം. ദ ഫോളോവിങ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആർ വാലിഡ് ഇൻ ഈക്വൽ ടു 253. എന്നിൻ്റെ വാല്യൂ 253 ആണ്. ഏരിയ ഈക്വൽ ടു 3.14 ഇൻറ്റു റാഡ് ഇൻറ്റു റാഡ്, അതൊരു ഇക്വേഷനാണ്, അതും വാലിഡാണ്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ഇത് മൂന്നും ഈക്വൽ ആണ്, ഇതും ഒരു വാലിഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. There are special assignment operator called arithmetic assignment operator. കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ബാക്ക് സ്ലാഷ് ഈക്വൽ ടു ആൻഡ് മോഡുലസ് ഈക്വൽ ടു. ഇതൊക്കെയാണ് ആ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ദെയർ ആർ ഓൾ ബൈനറി ഓപ്പറേറ്റർ. ഇതൊക്കെ ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. അപ്പോൾ 2 ഓപ്പറൻസ് ഉണ്ടാവും. ദ ഓപ്പറൻറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ദോസ് ഓപ്പറേറ്റർ ഷുഡ് ബി എ വേരിയബിൾ. ഇതിൻ്റെ, അതായത് ഈ ഓപ്പറേറ്ററിൻ്റെ ഒക്കെ ലെഫ്റ്റ് സൈഡിലുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ഒരു വേരിയബിൾ ആയിരിക്കും. ദെയർ ഓപ്പറേഷൻ മേ ബി ഇലുസ്ട്രേറ്റഡ് ആസ് ഫോളോ. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എൻ പ്ലസ് ഈക്വൽ ടു 2, ഇതിൻ്റെ ഈക്വലൻറ്റ് ഫോമാണ് എൻ ഈക്വൽ ടു എൻ പ്ലസ് 2. എ സ്റ്റാർ ഈക്വൽ ടു ബി, ഇതിൻ്റെ ഈക്വലൻറ്റ് ഫോം എ ഈക്വൽ ടു എ സ്റ്റാർ ബി. സം മൈനസ് ഈക്വൽ ടു എൻ മോഡ് 10, ഇതിൻ്റെ ഈക്വലൻറ്റ് ഫോമാണ് സം ഈക്വൽ ടു സം മൈനസ് എൻ മോഡ് 10. The operator plus plus and minus minus are special operator of C++. C++ലുള്ള 2 സ്പെഷ്യൽ ഓപ്പറേറ്ററാണ് പ്ലസ് പ്ലസും മൈനസ് മൈനസും. വിച്ച് ആർ ഇൻ വേ സിമിലർ ടു ദ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ദെയർ ആർ ദ യൂണറി ഓപ്പറേറ്റർ ആൻഡ് ദ ഓപ്പറൻറ്റ് ഷുഡ് ബി എ വേരിയബിൾ. ഇതൊരു യൂണറി ഓപ്പറേറ്ററാണ്, അപ്പോൾ ഒരൊറ്റയ്ക്കൊരു ഓപ്പറൻ്റ് ആയിരിക്കും ഉണ്ടാവുള്ളൂ, അതെന്തായാലും ഒരു വേരിയബിൾ ആയിരിക്കും. The following statements illustrate the operations associated with them. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. n പ്ലസ് പ്ലസ് ഇൻ ഈക്വൽ ഫോം n ഈക്വൽ ടു n പ്ലസ് 1. a മൈനസ് മൈനസ് ഈക്വലൻ ഫോം a ഈക്വൽ ടു a മൈനസ് 1. There are 2 വേർഷൻ ഫോർ ദീസ് ഓപ്പറേറ്റർ, പോസ്റ്റ്ഫിക്സ് ഫോം ആൻഡ് പ്രിഫിക്സ് ഫോം. 2 വേർഷൻ ഓഫ് ഫോമാണുള്ളത്, പോസ്റ്റ്ഫിക്സ് ഫോമും പ്രിഫിക്സ് ഫോമും. a പ്ലസ് പ്ലസ് ഈസ് ദ പോസ്റ്റ്ഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെൻറ്റ്. എ പ്ലസ് പ്ലസ് എന്നുള്ളൊരു പോസ്റ്റ്ഫിക്സ് ഫോമാണ്, അത് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞത് ഓപ്പറൻ്റാണ്, പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ. അപ്പോൾ പോസ്റ്റ്ഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഓപ്പറൻറ്റ്, പിന്നെയായിരിക്കും ഓപ്പറേറ്റർ. എ മൈനസ് മൈനസ് ഈസ് എ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ റെസ്പെക്റ്റീവ്ലി. എ മൈനസ് മൈനസ് എന്നുള്ളത് ഒരു ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആയിരിക്കും. എ എന്ന് പറഞ്ഞത് ഓപ്പറൻറ്റ്, മൈനസ് മൈനസ് എന്നുള്ളത് ഓപ്പറേറ്റർ. ഇനി അടുത്തതെന്ന് വെച്ചാൽ പ്ലസ് പ്ലസ് എ ആൻഡ് മൈനസ് മൈനസ് ആർ ദ പ്രിഫിക്സ് ഫോം. ഇത് രണ്ടും പ്രിഫിക്സ് ഫോമാണ്. പ്ലസ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഓപ്പറേറ്റർ, എ എന്ന് പറഞ്ഞാൽ ഓപ്പറൻറ്റ്. മൈനസ് മൈനസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഓപ്പറേറ്റർ, പിന്നെ ഓപ്പറൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ, അത് കഴിഞ്ഞിട്ട് ഓപ്പറൻ്റ് ആണെങ്കിൽ അതിനെ പ്രിഫിക്സ് ഫോം എന്നും, ഫസ്റ്റ് ഓപ്പറൻറ്റും അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ അതിനെ പോസ്റ്റ്ഫിക്സ് ഫോം എന്നും പറയും. പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ആഡ് 1 ടു ദ കണ്ടൻറ്റ് ഓഫ് ദ ഓപ്പറൻസ് വേരിയബിൾ ആൻഡ് ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ഇറ്റ്. പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ട് ഓപ്പറൻറ്റ് വേരിയബിൾ 1 ആഡ് ചെയ്ത് വയ്ക്കും, എന്നിട്ടാണ് റിസൾട്ടായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അസ്യൂം എ ഈക്വൽ ടു 5 ആൻഡ് ബി ഈസ് അനദർ ഇൻറ്റിജർ വേരിയബിൾ. എയുടെ വാല്യൂ 5 ആണ്, ബി എന്ന് പറഞ്ഞാൽ വേറൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. എന്നിട്ട് പെർഫോം ചെയ്യുന്നത് ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ്. ദെൻ പെർഫോം ബി ഈക്വൽ ടു എ പ്ലസ് 1. അപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഈക്വൽ ടു എ പ്ലസ് 1 എന്നാണ്. അപ്പോൾ എയുടെ വാല്യൂ 5 എന്നാണ്. 5 പ്ലസ് 1
6 എന്ന് പറഞ്ഞ് റിസൾട്ടായിട്ട് സ്റ്റോർ ചെയ്യും. ദ റിസൾട്ട് വിൽ ബി 5 + 1 = 6. B = A++ is equivalent to the statement sequence B = A+1. So this method of incrementing is known as use and change method. B = A++ എന്നതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് B = A+1. അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഇൻക്രിമെൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. എയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി ബിയിലേക്ക് സ്റ്റോർ ആവും. അതാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡിനെ പറയുന്ന പേരാണ് യൂസ് ആൻഡ് ചേഞ്ച് മെത്തേഡ്. B = A ഈസ് ഈക്വലൻ്റ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻസ് B = A+1. ഈ B = A എന്ന് പറയുന്നതും B = A+1 എന്നുള്ളതും ഈക്വലാണ്. ദിസ് മെത്തേഡ് ഓഫ് ഇൻക്രിമെൻറ്റിംഗ് ഈസ് നോൺ ആസ് ചേഞ്ച് ആൻഡ് യൂസ് മെത്തേഡ്. ഇങ്ങനെയുള്ള മെത്തേഡിനെ പറയുന്ന പേരാണ് ചേഞ്ച് ആൻഡ് യൂസ് മെത്തേഡ്. Similarly, the statement Cout A-, the value of A is 5 and the output is 4. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് Cout A-, എന്നുള്ളത്. അപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ A-, എന്ന് വെച്ചാൽ A-1 എന്നാണ്. അപ്പോൾ എയുടെ വാല്യൂ 5 എന്നാണ്. 5 - 1 4. അപ്പോൾ ഔട്ട്പുട്ട് 4 എന്ന് കിട്ടും. Cout A ആൻഡ് Cout A-, ആർ ഗെറ്റ് സെയിം റിസൾട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ സെയിം ആയിരിക്കും. The output, input and assignment operator may appear more than once in respective statement. It is known as cascading. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാസ്കേഡിംഗ്. The following are the example in category for cascading of input, output and assignment operator respectively. അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് Cin A B C. അപ്പോൾ അത് ഇൻപുട്ടിൻ്റെയാണ്. Cout sum of n num = sum. ഇതൊരു ഔട്ട്പുട്ടിൻ്റെയാണ്. A = B = C. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ അതേപോലെ തന്നെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.